ഹായ് കൂട്ടുകാരെ, ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബട്ടർ പനീർ മസാല. ബട്ടർ പനീർ മസാലയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ: പനീർ, ബട്ടർ, കുറച്ച് അണ്ടിപ്പരിപ്പ് ചൂടുവെള്ളത്തിലിട്ടത്, 3 തക്കാളി ചൂടുവെള്ളത്തിലിട്ടത്, 3 സവാള കൊത്തി അരിഞ്ഞത്, 3 പച്ചമുളക് അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചൂടുവെള്ളത്തിലിട്ട് വെച്ച പനീർ. അടുപ്പ് കത്തിച്ച് പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ബട്ടർ ഇടുക. ബട്ടർ ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിക്കുക. വേണമെങ്കിൽ മൊത്തത്തിൽ ബട്ടറിൽ നമുക്ക് ബട്ടർ പനീർ മസാല ഉണ്ടാക്കാവുന്നതാണ്. ബട്ടർ ചൂടാകുമ്പോൾ അതിലേക്ക് 3 സവാള കൊത്തിയരിഞ്ഞത് ചേർക്കുക. തീ കുറച്ചതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കുക. അതിനുശേഷം അതിലേക്ക് 3 പച്ചമുളക് അരിഞ്ഞത് ചേർക്കുക. പച്ചമുളക് ഇട്ടതിന് ശേഷം ഉള്ളി വഴറ്റുവാൻ ആവശ്യമായ ഉപ്പ് അതിലേക്ക് ചേർക്കുക. അതിനുശേഷം നല്ലതുപോലെ ഇളക്കുക. ഇളക്കി അടച്ചു വെച്ച് വഴറ്റുക. മൂടി തുറന്ന് വഴറ്റിയ സവാളയിലേക്ക് അര സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് വഴറ്റണം. വഴറ്റി 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും അതിലേക്ക് 3 തക്കാളി ചൂടുവെള്ളത്തിലിട്ട് തൊലി കളഞ്ഞതിന് ശേഷം മിക്സിയിൽ അരച്ചെടുത്ത് ഇതിലേക്ക് ചേർക്കുക. അതിനുശേഷം അടച്ച് വെച്ച് 5 മിനിറ്റ് വേവിക്കുക. വഴറ്റിയ സവാളയിലേക്ക് നമുക്കിനി പനീർ ചേർക്കാവുന്നതാണ്. ഈ 200 ഗ്രാം പനീർ ഞാൻ ചെറുതായി അരിഞ്ഞ് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്. അത് നമുക്ക് ഈ മസാലയിലോട്ട് ചേർക്കാം. പനീർ ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി മൂടി വെച്ച് വേവിക്കുക. പനീർ വെന്തതിന് ശേഷം അതിലേക്ക് 50 ഗ്രാം അണ്ടിപ്പരിപ്പ് ചൂടുവെള്ളത്തിലിട്ട് കുതിർത്ത് മിക്സിയിൽ അരച്ചെടുത്തത് ചേർക്കുക.
ഗ്രേവിക്ക് ആവശ്യമായ തിളപ്പിച്ചാറിയ വെള്ളവും ചേർത്ത് അടച്ചു വെച്ച് പൊടി തിള വരുന്നിടം വരെ കാത്തിരിക്കുക. പൊടി തിള വന്നതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര, കുറച്ച് ടൊമാറ്റോ സോസ്, കുറച്ച് കസ്തൂരി മേത്തി എന്നിവയും ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ബട്ടറും കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുക. നമ്മുടെ ബട്ടർ പനീർ മസാല റെഡി ആയിരിക്കുന്നു. ഇനി ഇത് തണുത്തതിന് ശേഷം എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ്.